ഞാനിപ്പോൾ നിൽക്കുന്നത് സമാപന സമ്മേളനത്തിൻ്റെ സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്റ്റേജ് വലിയ ഒരു കൗതുകമായിരിക്കും. ഈ ഒരു സ്റ്റേജിൻ്റെ ഒരു ലേഔട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണിക്കാൻ കഴിയും. ഈ ഒരു വേദിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏകദേശം 64 മീറ്റർ ദൂരമാണ് ഈ ഒരു വേദിയിലുണ്ടാവുക. അഥവാ ഒരു റോയിൽ, ഒന്നാമത്തെ റോയിൽ തന്നെ ഏകദേശം 84 അഥവാ 80 പേർക്കെങ്കിലും ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റേജിൻ്റെ നീളമുള്ളത്. ഇത് 7 ലെയറുകളായിട്ടാണ്, തട്ടുകളായിട്ടാണ്. അങ്ങനെ ഓരോ റോയിലും 2 വീതം അഥവാ 160 പേര് അല്ലെങ്കിൽ 160 പേരെ ഒരു തട്ടിൽ തന്നെ ഇരുത്താൻ കഴിയും. അങ്ങനെ 7 തട്ടുകളായിട്ടാണ് ഈ ഒരു സ്റ്റേജ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു വേദിയുടെ ബാക്ക് ഡ്രോപ്പ് ഇതൊരു പായ്ക്കപ്പലിൻ്റെ തരത്തിലുള്ള ഒരു രീതിയായിരിക്കും വരിക. നമ്മൾ കപ്പൽ, നൗക, അതാണ് നമ്മുടെ ഈ ഒരു സിംബോളിക് ആയിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പായ്ക്കപ്പലിൽ നമ്മുടെ നേതാക്കൾ, നമ്മുടെ തെളിയിച്ചു വന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ തെളിയിച്ചു വന്ന പായ്ക്കപ്പലേറി ഇസ്ലാം കേരളത്തിലേക്ക് വന്ന അതിൻ്റെ പ്രതീകത്തെ ബാക്ക്ഡ്രോപ്പിൽ ആലേഖനം ചെയ്യാൻ കഴിയും. 40 അടി ഉയരത്തിലായിരിക്കും ഈ ഒരു പായ്ക്കപ്പലും ഇതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവുക എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തരത്തിലാണ് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സംവിധാനിക്കുന്നതിൻ്റെ അവസാന മിനുക്കുപണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1-2 ദിവസത്തിനകം തന്നെ പ്രോജ്വലമായ ഈ ഒരു വേദി ഇവിടെ സംവിധാനിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വേദിക്ക് തൊട്ടു താഴെ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ വേദിയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്നൊരു വേദിയായിരിക്കും ഈ വേദി എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്രൗണ്ട് 2 ലെയറുകളായിട്ടാണ് ഈ ഗ്രൗണ്ട് നിൽക്കുന്നത്. ഈ സ്റ്റേജിന് തൊട്ടു താഴെ VIP ഏരിയയാണ്. അവിടെയും ഏകദേശം 1000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന വിശാലമായൊരു സ്ഥലം. അതിനുശേഷമുള്ള 2ാമത്തെ നിരയിലായിരിക്കും സമാപന സമ്മേളനത്തിന് ആളുകൾ എത്തിച്ചേരുക. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഈ ദേശീയപാത കടന്നു പോകുന്ന ഇടത്തിൻ്റെ അപ്പുറത്തേക്കും ഏകദേശം 4-5 ഏക്കർ സ്ഥലം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നിസ്സംശയം പറയാം, ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.